ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇസ്മി അക്കു. ഞാൻ വന്നിരിക്കുന്ന ഒരു അൺബോക്സിങ് പ്ലസ് റിവ്യൂ വീഡിയോ ആയിട്ടാണ്. എന്തിനാന്ന് വെച്ചാൽ ദിവൻ്റെ നിങ്ങൾ കണ്ടല്ലോ, സെൽഫി എടുക്കുന്ന കാരണമാണ് തിരിഞ്ഞിരിക്കുന്നത്. എൻ്റെ പേരെന്ന് പറഞ്ഞാൽ പീട്രോൺ അവൻറ്റോ പ്ലസ് എന്നാണ്. ഇതൊരു വയർലെസ് അല്ല വയേർഡ് ബ്ലൂടൂത്ത് ഹെഡ്സെറ്റാണ്. നല്ല അഫോർഡബിൾ പ്രൈസിൽ കിട്ടുന്ന നല്ലൊരു ഹെഡ്സെറ്റാണ്. ബോട്ടൊന്നും നമുക്ക് ആവശ്യമില്ല. ഇത് നല്ലൊരു ബ്രാൻഡഡാണ്. ഞാൻ പറയത്തുള്ളൂ പീട്രോൺ നമുക്ക് കേട്ട് കാണും. പീട്രോണിൻ്റെ ഹെഡ്സെറ്റുകളാണ് ഏറ്റവും ആൾക്കാർ യൂസ് ചെയ്യാറെന്ന് ഞാൻ പറയുന്നത്. ഏറ്റവും കൂടുതൽ അവർക്ക് മാർക്കറ്റിംഗ് തന്നെ ഒരു പീട്രോണിൻ്റെ ഹെഡ്സെറ്റുകളാണ്. അപ്പോൾ നമുക്ക് അൺബോക്സിങ് വീഡിയോ ആയിട്ട് പോകാം. കുറച്ച് ഞാൻ വോയിസ് ഓവർ ചെയ്തിട്ടുണ്ട്. ബിക്കോസ് എൻ്റെ റീസൺ ഞാൻ വോയിസ് ഓവർ തന്നെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എൻ്റെ ചാനൽ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് തരിക. കഴിഞ്ഞ വീഡിയോയിൽ നിന്ന് ഒരു ദിവസം കൊണ്ട് തന്നെ 50 വ്യൂ തന്നതിന് താങ്ക്സ് പറയേണ്ടത് എൻ്റെ ചേച്ചിക്കാണ്. ചേച്ചി സ്റ്റാറ്റസ് ഇട്ട കാരണമാണ് എനിക്ക് ഇത്രയും വ്യൂസ് തന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എന്തായാലും ഗൈസ്, നമുക്ക് ഇതിനെ അൺബോക്സ് ചെയ്യാം. അപ്പോൾ അൺബോക്സ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ജസ്റ്റ് ഒന്ന് നമ്മുടെ സാനിറ്റൈസർ ഇട്ട് ജസ്റ്റ് ഒന്ന് സാനിറ്റൈസ് ചെയ്യാം. എന്നിട്ട് സാനിറ്റൈസ് ചെയ്താൽ അതിനകത്ത് എല്ലാ സംഭവവും പോയത്. ഇപ്പോൾ നമ്മളെപ്പോഴും സാനിറ്റൈസ് ചെയ്യുമ്പോൾ ഇൻവോയ്സ് നമ്പറും ജസ്റ്റ് ഒന്ന് ചെയ്യാം ഗൈസ്. ഞാൻ ഇതിൻ്റെ ഒരു ക്വാളിറ്റി പറയുവാണെങ്കിൽ ഫ്ലിപ്കാർട്ടുകാരുടെ പാക്കിങ്ങിൽ ഞാൻ ഒട്ടും സംതൃപ്തനല്ല. ബിക്കോസ് നോക്ക് ഗൈസ്, ഒരു ഇലക്ട്രോണിക് സാധനം തന്നെ നോക്ക്, ഇവിടെ ഫുൾ ഇത് ഇങ്ങനെ. എന്തായാലും നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ ഈ വീഡിയോ എനിക്ക് പ്രൂഫ് ആണല്ലോ. ഇതിന് ഞാൻ 1 മാസം കഴിയുമ്പോൾ ഇതൊന്നും ഇടുന്നതാണ് റിവ്യൂ. 1 മാസം കഴിയുമ്പോൾ റിവ്യൂ ഇടാം. ഇതെന്താ സാധനം നിങ്ങൾക്ക് മനസ്സിലായി കാണത്തില്ല. നിങ്ങൾ ടൈറ്റിൽ മനസ്സിലാവുമായിരിക്കും. ഞാനിത് അതാണ് റിവീൽ ചെയ്ത് വയ്ക്കുവാണ്. നമ്മളിതാ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്യും. ഓ ഗൈസ്, അകത്ത് നല്ലൊരു സൂപ്പർ നിങ്ങൾ മതിച്ചകം നല്ലൊരു ഫീലുള്ളൊരു പാക്കിംഗ് ആണ് വരുന്നത്. ഇത് ഇൻവോയ്സൊക്കെയാണ് മാറ്റിച്ചേക്കാം അങ്ങോട്ട്. ഇതൊന്ന് ചെറുതായിട്ട് നമുക്ക് സാനിറ്റൈസ് ചെയ്യാം. ഇത് നമുക്ക് അൺബോക്സ് ചെയ്യാം ഗൈസ്. നിങ്ങളുടെ പാക്കിങ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഒട്ടും ഇത് ഡാമേജ് പോലെ ആയിരിക്കും. ഭാഗ്യം ഗൈസ്, ഒന്നും ഡാമേജ് അല്ല. പാക്കിങ് ഒരു പ്ലാസ്റ്റിക് കവറിന് മേലെ കൊടുത്തിട്ടുണ്ട്. ഇതും നമുക്കൊന്ന് ജസ്റ്റ് പൊട്ടി നോക്കാം. നമുക്കിൻ്റെ ബോക്സിലൊക്കെ എന്തൊക്കെ എഴുതി വെച്ചേക്കാം നോക്കാം. അഡ്വാൻസ് വയർലെസ് എന്നൊക്കെയാണ് പറയുന്നത്. റേഞ്ച് എന്ന് പറഞ്ഞാൽ 10 മീറ്ററാണ്. ഫ്രീക്വൻസി റെസ്പോൺസ് 2 ഹെർട്സ്. ഡ്രൈവർ സൈസ് ആണ് നിൽക്കുന്നത് പറഞ്ഞാൽ സ്പീക്കർ സെൻസിറ്റിവിറ്റി, മൈക്ക് സെൻസിറ്റിവിറ്റി, ചാർജിങ് കൊണ്ട് DC 5 വോൾട്ട്, ബാറ്ററി കപ്പാസിറ്റി 70 mAh. ടോക്ക് ടൈം 4 മണിക്കൂർ എന്നൊക്കെയാണ് പറയുന്നത്. പ്ലേ ബാക്ക് ടൈം 4 മണിക്കൂർ. സ്റ്റാൻഡ് ബൈ ടൈം, ചാർജിങ് ടൈം 1.5 മണിക്കൂർ. അത് എന്തായാലും കുറവായിട്ട്. വില എന്ന് പറയുന്നത് 2000 പറഞ്ഞിരിക്കുന്നത്. കളർ ഗ്രേ ആൻഡ് ബ്ലാക്ക് ഒക്കെയാണ്. പക്ഷേ എന്തായാലും ഇതിന് 2000 ഒന്നുമില്ല. ജസ്റ്റ് ഒരു 599 രൂപയാണ് ഫ്ലിപ്കാർട്ടിലെ റേഞ്ച്. ഉണ്ടാക്കിയത് 2020 ജൂണിലാണ്. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇത് നോക്കാം. ഇത് ഓണാവുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നോക്കണ്ടായിരുന്നു. ഇതെന്താണെന്ന് തുറക്കാൻ പറ്റാത്തത്. നമുക്ക് ബാക്ക് സൈഡ് ഒന്ന് കൂടെ നോക്കാം. വളരെ സിമ്പിളാണ്. ഇതിൻ്റെ അകത്തും വേറൊരു ബോക്സ്. 1 ഇയർ വാറൻറ്റി വരെ നൽകുന്നുണ്ട്. ഇത് 3ാമത്തെ ബോക്സാണ്. എനിക്കറിഞ്ഞുകൂടാ ഗൈസ്. ഈ അൺബോക്സിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് തന്നെയാണ് ഞാൻ എൻ്റെ എഡ്യൂക്കേഷൻ വീഡിയോസിനൊക്കെ ചെയ്യാറുള്ളത്. എന്തായാലും ഇതടുത്ത ബോക്സ്. ഇതെന്തായാലും ഒരു പ്രീമിയം ലുക്ക് തരുന്ന ബോക്സാണിത്. ജസ്റ്റ് ഇതും കൂടി ഒന്ന് തുറന്ന് നോക്കാം. എന്തൊക്കെ തന്നിട്ടുണ്ടെന്ന് പോലും ഞാൻ വായിച്ച്. എന്തായാലും 5 സ്റ്റാർ റേറ്റിംഗ് ആണ്. 5 സ്റ്റാർ റേറ്റിംഗ് ആണ് നൽകിയിരിക്കുന്നത്. ഗൈസ്, ഇതിൻ്റെ പാക്കിങ് ഇത്തിരി ബോറിംഗ് ആണ്. നമ്മുടെ ആദ്യം നമ്മുടെ ഹെഡ്ഫോൺ നമുക്ക് അവിടെ നിന്ന് മാറ്റി വയ്ക്കും. കൊള്ളാം കേട്ടോ ഗൈസ്. ഇതൊരു
ഇതൊക്കെ ഞാൻ പിന്നെ പരിചയപ്പെടുത്തുന്നത്. ഇതിപ്പോൾ നമ്മൾ മാറ്റി വയ്ക്കുക. അതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഇതും പിന്നെ ഒരു ജസ്റ്റ് ഒരു ചാർജിങ് കേബിളും ഉണ്ട്. പിന്നെ ഇത് തൂക്കിടാൻ പറ്റുന്ന ഒരു ബോക്സും ഉണ്ട്. പിന്നെ നമുക്ക് ഇത് ജസ്റ്റ് തുറന്ന് നോക്കാം. പിന്നെ ഗൈസ് ഒരു വാറണ്ടി കാർഡും ഉണ്ട്. അതൊക്കെ നമുക്ക് ഓർത്തിക്കട്ടെ. പിന്നെ പലതരം ഇയർ ബഡുകളുണ്ട്. പിന്നെ ഇതിൻ്റെ വേറൊരു ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ അകത്തോടെ ഇടുന്ന ഒരു സാധനം കൂടെ ഉണ്ട്. അതൊക്കെയാണ് ഇതിൻ്റെ ഫോട്ടോയിൽ ഞാൻ കാണിച്ചു തരാം. എന്തായാലും ഇത്രയും സാധനങ്ങളൊന്നും എനിക്ക് വേണ്ട. എന്നാലും ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് പ്രൊഡക്റ്റ്. ഇതൊന്നും എനിക്ക് ആവശ്യമില്ല ഇപ്പോഴത്തേക്ക് തൽക്കാലത്തേക്ക്. ഇനി എന്തെങ്കിലും കംപ്ലൈൻറ്റ് ചെയ്യുമ്പോൾ മാത്രം നോക്കിയാൽ ഞാൻ ഉണ്ടല്ലോ. ഇതിൻ്റെ ചാർജറും എനിക്കിപ്പോൾ ആവശ്യമില്ല, ബിക്കോസ് എൻ്റെ ഫോണിൻ്റെ ചാർജറും ഉണ്ട്. ഇപ്പം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഓണാക്കി നോക്കാം. ഗൈസ് ചാർജറുണ്ട്. നന്നായിട്ട് പ്രസ് ചെയ്യണം കേട്ടോ. ലൈറ്റൊക്കെ വന്നുണ്ട്, കാണാൻ പറ്റുന്നത്. കേട്ടോ ഈ വാറണ്ടി കാർഡും നമുക്കിന്നെ റൂട്ട് പിടിച്ചേക്കാം. വർക്കിംഗ് ആണ്, നമുക്കെല്ലാം കേൾക്കാൻ പറ്റും. നോക്കട്ടെ. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ബോക്സിൽ വന്നത് ഇതിൻ്റെ ഹെഡ്സെറ്റ്, ഇതിൻ്റെ 4 സൈസുള്ള ബഡുകൾ, പിന്നെ അതിൻ്റെ ചാർജർ. ഇത് നമ്മുടെ സാധാരണ നോർമൽ ചാർജറാണ്. ഫോക്കസ് ഇഷ്യൂസ് ഉണ്ട്. ഓക്കെ. പിന്നെ ഇത് അതിന് മേളിൽ കൂടെ തൂക്കിയിടുന്നതാണ്. മീൻസ് എന്തെങ്കിലും വെച്ചാൽ ഇതിൻ്റെ അകത്തോടെ കയറ്റി ഇത് ഇങ്ങനെ ഇടുന്നതാണ്. പിന്നെ വാറണ്ടി കാർഡും. ഇത് ഒരു അതിൻ്റെ ഫോട്ടോയിലുണ്ട്, പക്ഷെ എന്താ സംഭവം എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഗൈസ് ഞാൻ ഇത് സ്പീഡ് മോഷൻ സ്ലോ മോയിലൊന്ന് ട്രൈ ചെയ്തതാണ്. ജസ്റ്റിൻ്റെ ഫസ്റ്റ് ലുക്കൊന്ന് കാണാനാണ്. ഞാൻ ഇതിൻ്റെ ബാക്കി എല്ലാ ഫീച്ചേഴ്സൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തരാം. പിന്നെ ഫസ്റ്റ് തന്നെ എൻ്റെ ഇൻറ്റീരിയർ എൻ്റെ എക്സ്റ്റീരിയറായിട്ട് പറയാം ഗൈസ്. ഇതൊരു ഫൈബർ ബോഡിയിലാണ് ബിൽറ്റ് ചെയ്തത്. ഫൈബർ പ്ലസ് മെറ്റാലിക് ബോഡിയിലാണ് ബിൽറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഹിയറിങ്ങിൻ്റെ ഇയർബഡ് എന്ന് പറയുന്നത് മാഗ്നറ്റാണ്. മാഗ്നറ്റ് പ്ലസ് മെറ്റാലിക് ആണ്. നമുക്ക് നിങ്ങൾ അവസാനം കാണിച്ചു തരാം. ഇതിൻ്റെ പേരെന്ന് പറയുന്നത് Ptron Avento പ്ലസ് എന്നാണ്. അപ്പോൾ ഇതിനുള്ളത് കണക്റ്റീവ് അഡ്വാൻസ്ഡ് വയർലെസ് ആണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ബ്ലൂടൂത്തുമായിട്ട് കണക്ട് ചെയ്യാം. ട്രാൻസിസ്റ്റർ റേഞ്ച് 10 മീറ്റർ വരെ നമുക്ക് മാറി നിന്ന് ഇതിൻ്റെ റേഞ്ച് കിട്ടുന്നതാണ്. ഇതിൻ്റെ സ്ട്രൈനാണ്. അത് ഡ്രൈവർ സൈസ് എന്ന് പറഞ്ഞാൽ 10 മീറ്ററാണ്. മീൻസ് നമ്മുടെ ഇതിൻ്റെ കട്ടിയുള്ള 10 mm ആണ്, മീറ്റർ അല്ല, 10 മില്ലിമീറ്ററാണ്. ഈ ബ്ലൂടൂത്തിൻ്റെ സാധനമാണ് ഈത്തം. സ്പീക്കർ സെൻസിറ്റിവിറ്റി എന്ന് 143 dB. മൈക്ക് സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ 3 dB ആണ്. ചാർജിങ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ DC 5 volt ആണ്. ബാറ്ററി കപ്പാസിറ്റി 70 mAh Li പോളിമർ. ടോക്ക് ടൈം 4 മണിക്കൂറാണ് ഇവർ അവകാശപ്പെടുന്നത്. നമുക്കറിയത്തില്ല. പ്ലേ ബാക്ക് ടൈം അബൌട്ട് 4 മണിക്കൂർ. എന്തായാലും ഞാൻ 2.5 മണിക്കൂർ യൂസ് ചെയ്തിട്ടും 100% ചാർജ് ചെയ്യുന്നത്. ഇപ്പോൾ ഇന്ന് രാവിലെ 6:30 അടുത്തതാണ്. ഇപ്പോൾ സമയം ഞാൻ റെക്കോർഡ് ചെയ്യുന്ന സമയം 8:30 ഇപ്പോൾ എന്തായാലും എനിക്ക് 10% ചാർജ് മാത്രമേ ഇപ്പോൾ 90% ബാക്കിയുണ്ട്. ചാർജിങ് ടൈം എന്ന് പറഞ്ഞാൽ 1.5 hour ആണ്. അത് ഏതായാലും നല്ല പുറത്തുനിന്ന് മേടിക്കുവാണെങ്കിൽ ഇതിൻ്റെ വില അവർ അവകാശപ്പെടുന്നത് 2000 രൂപയാണ്. എന്നാൽ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചപ്പോൾ 599 ഞാൻ ലിങ്ക് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഈ വീഡിയോ ഒക്കെ ഒന്നുകൂടെ ചെയ്യുന്നത് ബിക്കോസ് ഞാൻ വോയിസ് ഓവർ ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. ബിക്കോസ് എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നും ഇല്ലാത്തതാണ് ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നോക്കി വായിക്കുമ്പോഴേക്കും അപ്പോഴേ 3 ക്ലിപ്പ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ എഡിറ്റിംഗ് പോകാതിരിക്കാൻ വേണ്ടിയാണ് എനിക്ക് ചെയ്യുന്നത്. ഇത്ര 1 year വാറണ്ടിയാണ് കമ്പനി നൽകുന്നത്. ഇത് ഇന്ത്യൻ അല്ല, മെയ്ഡ് ഇൻ ചൈനയാണ്. ഇത്രയും മാത്രമേ എൻ്റെ കമ്പനിയെക്കുറിച്ച് പറയാം.